17ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 18ാമത്തെ ശ്ലോകമാണ്. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. ശൂതശൗനക സംവാദമെന്ന് നമ്മൾ പറഞ്ഞു. ആ ശൗനകാദി മഹർഷിമാർ സൂതനോടായിട്ട് ചോദ്യങ്ങളായിട്ടും ഭഗവാന്റെ മഹത്വങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഈ ശ്ലോകങ്ങളിലെല്ലാം. ആ ഭഗവാന്റെ അവതാര കഥയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവയെക്കുറിച്ചും വിസ്തരിച്ച് പറഞ്ഞു തരണമെന്നുള്ള കാര്യങ്ങളാണ് ഈ ശ്ലോകങ്ങളിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് 18ാമത്തെ ശ്ലോകം പഠിക്കാം. ശ്ലോകം 18. അഥാക്യാഹി ഹരേർധീമൻ അവതാരകഥാഃ ശുഭാഃ ലീലാ വിദധത സ്വൈരമീശ്വരസ്യാത്മമായയാ. ശ്ലോകം ഒന്നുകൂടി നോക്കാം. അഥാക്യാഹി ഹരേർധീമൻ അവതാരകഥാഃ ശുഭാഃ ലീലാ വിതതത സ്വൈരമീശ്വരസ്യാത്മമായയാ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. ധീമൻ അഥ ആത്മമായയാ സ്വൈരം ലീലാഃ വിദതത ഈശ്വരസ്യ ഹരേഃ ശുഭാ അവതാരകഥാഃ ആഖ്യാഹി. അന്വയം ഒന്നുകൂടി നോക്കാം. ധീമൻ അഥ ആത്മമായയാ സ്വൈരം ലീലാഃ വിദതതഃ ഈശ്വരസ്യ ഹരേഃ ശുഭാഃ അവതാരകഥാഃ ആഖ്യാഹി. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. അഥ ആഖ്യാഹി ഹരേഃ ധീമൻ അവതാരകഥാഃ ശുഭാഃ ലീലാഃ വിദതതഃ സ്വൈരം ഈശ്വരസ്യ ആത്മമായയാ. ഒന്നുകൂടി നോക്കാം. അഥ ആഖ്യാഹി ഹരേഃ ധീമൻ അവതാരകഥാഃ ശുഭാഃ ലീലാ വിതതതഃ സ്വൈരം ഈശ്വരസ്യ ആത്മമായയാ. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. ധീമൻ ബുദ്ധിമാനായ സൂതമഹർഷിയെ സൂചിപ്പിക്കുകയാണ്, ഇവിടെ അഭിസംബോധന ചെയ്യുകയാണ്. ധീമൻ ശൗനകാദി മഹർഷിമാർ അഭിസംബോധന ചെയ്യുകയാണ് സൂതനെ. അഥ അതുകൊണ്ട് ആകയാൽ ആത്മമായയ തൻ്റെ തന്നെ മായയാൽ സ്വൈരം സ്വതന്ത്രമായ ലീലാഹ ലീലകളെ വിതതതഃ ചെയ്യുന്നവനായ ഈശ്വരസ്യ സർവേശ്വരനായ ഹരേഃ ശ്രീഹരിയുടെ ശുഭാഹ മംഗളകരമായ അവതാരകഥാഃ അവതാരകഥകളെ ആഖ്യാഹി വിവരിച്ചു തന്നാലും പറഞ്ഞാലും എന്ന് ശൗനകാദി മഹർഷിമാർ സൂതനോടായിട്ട് പറയുന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം. ഇനി നമുക്കിതിൻ്റെ സാരം നോക്കാം. അല്ലയോ ബുദ്ധിമാനായ സൂതരെ, തൻ്റെ മായയാൽ തികച്ചും സ്വതന്ത്രമായി യാതൊരു പരപ്രേരണയുമില്ലാതെ വിവിധ ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്ന ആ സർവേശ്വരനായ ശ്രീഹരിയുടെ പരമപാവനമായ അവതാരകഥകൾ ദയവായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർ തുടർന്നും ഈ വീഡിയോ കാണുന്നതിനായിട്ട് നമ്മുടെ കണ്ടമംഗലം മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തുടർന്നുള്ള വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ആ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തിടണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ കാര്യങ്ങൾ അറിയാനോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തുടർന്നുള്ള അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് പഠിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ.